ആണുങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തല്ലിയതൊക്കെ വരും. അത് സ്ത്രീകളായാൽ നിങ്ങൾ വേണ്ട ക്ഷമിക്കാൻ. ആണുങ്ങൾക്ക് ദേഷ്യം വരുമ്പോ തല്ലും, അതൊക്കെ ആ കുടുംബത്തില്. ഈ കുടുംബത്തിൽ നടക്കൂല. അത് ഇവിടെ നേരെ മറച്ചാ. അതെ, ഒരടി കിട്ടിയപ്പോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാ. അങ്ങനെയാണെങ്കിൽ ഈ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് എത്ര പ്രാവശ്യം ഇറങ്ങിപ്പോണം? ഞങ്ങളൊരു വഴക്കിനും വക്കാണത്തിനും ഒന്നും വന്നല്ല. ഇനിയിപ്പോ നമ്മൾ അതൊക്കെ പറഞ്ഞ് നാറ്റിക്കാനും നിൽക്കണ്ട. ഉണ്ടായത് എന്തെങ്കിലും ആവട്ടെ. മോളിപ്പോ തൽക്കാലം മോളെ വിളിച്ചിട്ടുണ്ട്, വാ നമുക്ക് വീട്ടിലേക്ക് പോകും. അത് നടക്കില്ല എന്നാ ഞാൻ പറഞ്ഞു. എന്ത് വിശ്വസിച്ചാ ഞാൻ ഇവിടെ അങ്ങോട്ട് അയക്കേണ്ടത്? നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാ പറയണത് എന്റെ മോളെ തല്ലിയത്. ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ, ദേഷ്യം വരുമ്പോ ചിലത് സംഭവിച്ചു പോവും. അതാ ഞാൻ ചോദിക്കണേ, നിങ്ങളുടെ മോന് ദേഷ്യം വരുമ്പോ നാളെ ഇവിടെ കൊന്നു കളഞ്ഞാൽ ഞാൻ ആരോട് ചോദിക്കുന്നേ? മണ്ടോതിരിയപ്പോ നിങ്ങള് വല്ലാതെ കാട് കയറി ചിന്തിക്കാൻ. ഞാൻ ചിന്തിക്കും. ഇതൊരു കുടുംബജീവിതമാണ്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയോ? അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവർക്കൊരു കുട്ടിയുണ്ട്. അതെ, കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെ നോക്കും, മോളെ നോക്കും, എല്ലാരും നോക്കും. ഇവിടെ നിന്നോട്ടെ. അവക്കേ നല്ല അന്തസ്സുള്ള ഒരു ജോലിയുണ്ട്, അവള് ജീവിച്ചോളൂ. അങ്ങനെ വരട്ടെ. എന്റെ മോൻ ഇത്ര നാളെ അധ്വാനിച്ചു കൊണ്ടുവന്ന് കുടുംബം നോക്കിയപ്പോ ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പൊ അവൾക്കൊരു ശമ്പളം കിട്ടാൻ തുടങ്ങി. ആ ശമ്പളം പിടുങ്ങാനുള്ള സൂത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അന്ന് പിന്നെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി സ്ത്രീധനം ഞങ്ങൾ അങ്ങോട്ട് തന്നിട്ടുണ്ട്. സ്ത്രീധനത്തിന്റെ നക്കാപ്പിച്ച കേസ് പറഞ്ഞ് നിങ്ങൾ വർത്താനം ഉണ്ടാക്കരുത്. ജോലിയുള്ള ആൺകുട്ടികളാകുമ്പോ അത്യാവശ്യം സ്ത്രീധനം മേടിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിക്കാൻ. അത് നാട്ടുകാരപ്പ. പിന്നെ അന്തസ്, നിങ്ങളുടെ മോനെ എന്ത് അന്തസ്സുണ്ട്? അന്തസ്സുള്ളവനാണെങ്കിൽ ഈ പണി കാണിക്കും അവൻ. അല്ല, ഇത്രയും നേരം ഞാൻ നിങ്ങളോടൊരു മാന്യമായിട്ടാ സംസാരിച്ചത്. ഇനി നിങ്ങൾ വെറുതെ വഷളാക്കാൻ നിന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു പെൺകുട്ടിയാ, അത് നിങ്ങൾ ഓർത്തോ. എന്റെ മോനെ ഇഷ്ടം പോലെ പെൺകുട്ടികൾ. പിന്നെ ഇഷ്ടം പോലെ പെൺകുട്ടികള്. ഇവളൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ചെറുക്കന്മാർ ഇവിടെ ക്യൂ നിൽക്കും. മോളെ, നിന്റെ തള്ളക്ക് വിവേകമില്ലാന്ന് വിചാരിച്ചിട്ട് നീ അതുപോലെ ആവണ്ടോ. നീ എന്റെ മോന്റെ കുട്ടി കയ്യിലുള്ള ഒരാളാ, അത് മനസ്സിലാക്കിയോ? ഇവിടെ പെട്ടുപോകും. ഞാൻ പറയണത് നീ മനസ്സിലാക്കിയോ? വരണ്ട. എങ്ങനെ വരിക? നിങ്ങളുടെയൊക്കെ സ്വഭാവല്ലേ പഠിപ്പിച്ചു വിട്ടേക്കണത്. അങ്ങോട്ട് വളർത്തിക്കോ. ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ജാതി സാധനങ്ങൾ കൊണ്ടാണെങ്കിൽ ഇപ്പൊ നമ്മളങ്ങനെ പോകേണ്ടത്. അടങ്ങി നിക്ക് മോളെ, ഞാൻ കൊച്ചിനെ എടുത്തോണ്ട് വാ. അല്ല, മണ്ടു പറയണതേ താൻ എന്ത് കോന്തനാണോ? ഇത്ര നേരം വർത്താനം അവരിരുന്ന് പറയുമ്പോ താൻ മതില് ചാടി നിൽക്കുക. അത് ഞാൻ പറയാം. എന്ത് പറയണേ? അതെ, അവള് ചിലപ്പോ തല്ലും. നിങ്ങൾ അത് തന്നെ. ആ പ്രശ്നം തന്റെ അടുത്ത് നടക്കണോ? ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. അടിച്ചു പല്ലുകൾ ഒഴിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ജാതി ഭാഷണത്തന്നെ സംസാരിക്കാനല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ ഞങ്ങളുടെ മാന്യതയ്ക്ക് ഇവിടെ വന്നു വിളിച്ചു. ഇനി അവിടെ വരുന്നില്ല വെച്ചാൽ അവിടെ ഇവിടെ നിന്നോട്ടെ. ഇവിടെ സർവേക്കല് കുറിച്ചിട്ട് വരെ അവിടെ അതെ, നിങ്ങളുടെ വീട്ടിൽ ധർമ്മത്തിന് വന്നല്ല ഞങ്ങള്. അത് മനസ്സിലാക്കിയോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ മറുപടി ഞാൻ തരും. മണ്ടു പറയുന്നത് കേട്ടില്ലേ? പോവോ? എടോ, താനാണോ കൂട്ടിട്ട് പോവും. മണ്ടു ശരിയല്ല, ആള് പൊക്കോളൂ. വർത്താനം പറഞ്ഞു കിടക്കണം. ഒരു സാമർത്ഥ്യേ എന്റെ കൊച്ചിനെ തല്ലിയിട്ട് വിളിക്കാമോ നേക്കണം. നീ എന്തിനു മണ്ടു ഇങ്ങനെ ചൂടാവണ്? പ്രഷറുകൾക്ക് ബന്ധു പറ്റിയ ഞെട്ടു വയ്യ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ. നിങ്ങളൊരു അക്ഷരം മിണ്ടരുത്. നിങ്ങളോട് മീൻ വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടിയോ നിങ്ങള്? അത് പൂച്ച കൊണ്ടാണോ? അയ്യോ, പൂച്ചയെങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് നോക്കിയിട്ടാ? മറിമായം.